എല്ലാവർക്കും SCRPSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടേത് 3ാം ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്. എല്ലാവരും കാണുക, അതിനുശേഷം ഇതും കാണുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 3000-ലധികം കേന്ദ്രങ്ങളെ മാലിന്യമുക്തമാക്കി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റുന്ന പദ്ധതി. എന്തായിരുന്നു പദ്ധതിയുടെ പേര്? സ്നേഹാരാമം. എന്താണ്? സ്നേഹാരാമം. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 3000-ലധികം കേന്ദ്രങ്ങളെ മാലിന്യമുക്തമാക്കി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റുന്ന പദ്ധതി. അടുത്തത് 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത്. രഞ്ജി ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയതാരാണ്? മുംബൈ. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് മുംബൈ. അടുത്ത് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹമേത്? വളരെ സിമ്പിളാണ്. ബാർട്ടൺ ഹിൽ. അപ്പം എന്തായിരിക്കും? ബാർട്ടോസാറ്റ്. എന്താണ്? ബാർട്ടോസാറ്റ്. അടുത്ത 2024 ഇന്ത്യ മൊബൈൽ കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരം. 2024 ഇന്ത്യ മൊബൈൽ കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരം ഏതായിരുന്നു? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാൻ. പ്രഗതി മൈതാൻ. അടുത്ത ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? നയാബ് സിംഗ് സൈനി. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. അടുത്തത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത് കോഴിക്കോട്. എവിടെയാണ്? കോഴിക്കോട്. അടുത്ത് ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? കിഷോർ മക്വാന. ആരാണ്? കിഷോർ മക്വാന. അടുത്ത സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? PM സൂരജ്. ഏതാണ്? PM സൂരജ്. അടുത്ത ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത് സിയാൽ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. സിയാൽ. അടുത്തത് രാജ്യത്തെ ആദ്യ സൗരോർജ ബോട്ട്. രാജ്യത്തെ ആദ്യ സൗരോർജ ബോട്ട് ഏതാണ്? ഇന്ദ്ര. ഏതാണ്? ഇന്ദ്ര. അടുത്ത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റിദ ഷെർപ്പെ. ആരാണ്? കാമി റിദ ഷെർപ്പെ. അടുത്തത് കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത്. വൈഷ്ണവം സാഹിത്യ പുരസ്കാരം 2024 ജേതാവ് R രാമചന്ദ്രൻ നായർ. ആരാണ്? R രാമചന്ദ്രൻ നായർ. ഇദ്ദേഹം ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെടുക എന്നും ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? തുളസീവനം. തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് R രാമചന്ദ്രൻ നായർ. അടുത്ത ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യങ്ങൾ നിർവഹിക്കുന്ന സോഫ്റ്റ്വെയർ. സർക്കാർ ജീവനക്കാരുടെയും കേരള സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യങ്ങൾ നിർവഹിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് സ്പാർക്ക്. സ്പാർക്ക്. സ്പാർക്കിൻ്റെ ഫുൾ ഫോം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത
കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയുടെ പേര് എന്തായിരുന്നു? ചിരി. എന്താണ്? ചിരി. അടുത്ത ഇബു അഗ്നിപർവ്വതം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. പഠിക്കാൻ എളുപ്പമാണ്. ഇന്തോനേഷ്യ. അടുത്ത അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ബാബർ അസം പാകിസ്ഥാൻ. അടുത്ത കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതെന്ന്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. പൗരത്വ ഭേദഗതി നിയമം 2024 മെയ് 15. അടുത്തത് കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ 1 വർഷം നീണ്ടു നിൽക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി എന്തായിരുന്നു? മൈൻഡ് ബ്ലോവേഴ്സ്. എന്താണ്? മൈൻഡ് ബ്ലോവേഴ്സ്. അടുത്ത 2024 ജൂണിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതിഹാസം 2024 വിരമിക്കുകയാണ്. ആരാണ്? സുനിൽ ഛേത്രി. അടുത്ത 2024 T20 ലോകകപ്പ് ക്രിക്കറ്റിൽ സ്കോട്ട്ലാൻഡ് ടീമിൻ്റെ മുഖ്യ സ്പോൺസറാകുന്ന ഇന്ത്യൻ ബ്രാൻഡ് ഏതായിരുന്നു? നന്ദിനി. 2024 T20 ലോകകപ്പ് വേദി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെസ്റ്റ് ഇൻഡീസ് ആൻഡ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അടുത്ത 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത്? ബ്രസീൽ. എവിടെയാണ്? ബ്രസീൽ. അപ്പോൾ അടുത്ത ചോദ്യം, രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് വിഴിഞ്ഞം. അടുത്ത SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാൻ പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിൻ്റെ പദ്ധതി. SSLC +2 തോറ്റവർ വീണ്ടും എഴുതുക, അല്ലെങ്കിൽ പാതി വഴിയിൽ പഠനം മുടങ്ങിയവർ വീണ്ടും എഴുതി പാസ്സാവുക. എന്തായിരുന്നു കേരള പോലീസിൻ്റെ പദ്ധതി? ഹോപ്പ്. എന്താണ്? ഹോപ്പ്, പ്രതീക്ഷ, ഹോപ്പ്. അടുത്ത സ്കൂൾ പാഠ്യപദ്ധതിയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചാണ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് സ്പ്ലാഷ്. എന്തായിരുന്നു? സ്പ്ലാഷ്. അടുത്ത 2024 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി. 2024 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി. അടുത്ത ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി എന്തായിരുന്നു? അഹ്റമത്ത്. എന്താണ്? അഹ്റമത്ത്. അടുത്ത 2024 സ്കിൽ ഇന്ത്യ വേദി ഏതാണ്? ന്യൂഡൽഹി യശോഭൂമി. ന്യൂഡൽഹിയിലെ യശോഭൂമി. അടുത്ത 2024 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി. 2024 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി കോബ. എവിടെയാണ് കോബ? ജപ്പാൻ. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക, കറണ്ട് അഫെയർ ആണ്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസി. അടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഉടമസ്ഥതയിൽ അക്ഷരം മ്യൂസിയം നിലവിൽ വരുന്നത്. അക്ഷരനഗരി ഏതാണ്? കോട്ടയം. എവിടെയാണ് വരുന്നത്? നാട്ടകം. അടുത്ത 2024 അന്താരാഷ്ട്ര ബുക്ക് സമ്മാനത്തിന് അർഹയായ എഴുത്തുകാരി ആരാണ്? ജെന്നി ഏർപെൻബെക്ക് ജർമ്മനാണ്. ഏത് നോവലിനാണ്? കൈറോസ് നോവലിനാണ് പുരസ്കാരം. മിഖായേൽ ഫോപ്മാനാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം.
അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം. അടുത്ത 2024 വേൾഡ് ഹൈഡ്രജൻ ഉച്ചകോടി. 2024 വേൾഡ് ഹൈഡ്രജൻ ഉച്ചകോടി റോട്ടർഡാം എവിടെയാണ്? നെതർലാൻഡ്. 2024 വേൾഡ് ഹൈഡ്രജൻ ഉച്ചകോടി റോട്ടർഡാം, നെതർലാൻഡ്. അടുത്ത സാക്ഷരതാ മിഷൻ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളെ സാക്ഷരരാക്കുന്ന പദ്ധതി. സാക്ഷരതാ മിഷൻ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളെ സാക്ഷരരാക്കുന്ന പദ്ധതിയുടെ പേര് ചങ്ങാതി, ചങ്ങാതി, ചങ്ങാതി. അടുത്ത് സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പദ്ധതി. സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പദ്ധതി വെള്ളായണി, വെള്ളായണി, വെള്ളായണി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ, ബ്രസീൽ, ബ്രസീൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവരും എഴുതിയെടുക്കുക, പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്.